ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 80C ടു 80U ചാപ്റ്റർ 6A ഡിഡക്ഷൻസുകളാണ് നമ്മൾ കാണാൻ പോകുന്നത് ഈ വീഡിയോയിൽ. നമ്മൾ എല്ലാം കൂടെ ഒരുമിച്ച് പഠിക്കുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഓരോ ഡിഡക്ഷൻസിനെയും ഓരോ സെക്ഷൻസ് നമ്മൾ ഗ്രൂപ്പായിട്ടാണ് പഠിക്കുന്നത്. സോ നമ്മൾ ആദ്യം നമ്മളിവിടെ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് 80C, 80CCC, 80CCD subsection 1, 80CCD subsection 1B, and 80CCD subsection 2, and last one is 80CCE. ഇത്രയും 6 സെക്ഷൻസുകൾ ഒരുമിച്ച് പഠിക്കുന്നത് ആണ് കുറച്ചുകൂടെ എളുപ്പം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അടുത്ത സെക്ഷൻസ് അടുത്ത ഗ്രൂപ്പായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ 80C തൊട്ട് 80U വരെയുള്ള ഡിഡക്ഷൻസ് വളരെ എളുപ്പത്തിൽ നമുക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റും. എന്തായാലും ഒരു എസ്സേ ചോദിക്കുന്ന ചോദ്യമാണ്. സോ നമുക്ക് ഈ ഓരോ ഡിഡക്ഷൻസും എന്താണ് എന്നുള്ളത് നോക്കാം. 80C, നമ്മൾ ഒരു അസസി അടയ്ക്കുന്ന LIC പ്രീമിയം, അല്ലെങ്കിൽ അയാൾ സ്റ്റാറ്റ്യൂട്ടറി പ്രോവിഡന്റ് ഫണ്ടിലേക്കോ റെക്കഗ്നൈസ്ഡ് പ്രോവിഡന്റ് ഫണ്ടിലേക്കോ അല്ലെങ്കിൽ പബ്ലിക് പ്രോവിഡന്റ് ഫണ്ടിലേക്കോ നടത്തുന്ന കോൺട്രിബ്യൂഷൻ, അല്ലെങ്കിൽ ഒരു അസസി ULIP യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻ എടുത്തിട്ടുണ്ട് വിചാരിക്കുക, അല്ലെങ്കിൽ ഷെയർ ക്യാപിറ്റൽ മേടിച്ചിട്ടുണ്ട് വിചാരിക്കുക, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് വിചാരിക്കുക. അതൊക്കെ അയാളുടെ ചെലവുകളാണ്. ഈ ചെലവുകളൊക്കെ അയാൾക്ക് ഡിഡക്ഷൻസ് ആയിട്ട് കിട്ടും. ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് 80C പ്രകാരം ഡിഡക്ഷൻസ് ആയിട്ട് കിട്ടും. അതാണ് 80C പറയുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അതിൽ ശ്രദ്ധിക്കാണ്ട്. ദർ ആർ മോർ ദാൻ 12 ഐറ്റംസ് ഓഫ് എക്സ്പെൻഡിച്ചർ ദാറ്റ് ആർ എലിജിബിൾ ഫോർ ഡിഡക്ഷൻസ് ഫോർ ദ അസസി അണ്ടർ ദിസ് സെക്ഷൻ. ഈ സെക്ഷൻ പ്രകാരം 12നേക്കാൾ കൂടുതൽ എക്സ്പെൻഡിച്ചറുകൾ ഒരു അസസി നടത്തുന്ന എക്സ്പെൻഡിച്ചറുകൾ അയാൾക്ക് ഡിഡക്ഷൻസ് ആയിട്ട് കിട്ടും ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന്. ഇൻ കേസ് ഓഫ് ഓൾമോസ്റ്റ് ഓൾ എക്സ്പെൻസസ്, എല്ലാ കാര്യത്തിലും ഇപ്പോൾ 12ഓളം എക്സ്പെൻഡിച്ചർ ഉണ്ടെന്ന് പറയുന്നത്, അതിൽ പല എക്സ്പെൻഡിച്ചറും മോസ്റ്റ് ഓഫ് ദ കേസ് എല്ലാ എക്സ്പെൻസസിനെയും ദ ക്വാളിഫയിങ് എമൗണ്ട് ഇസ് ദ ആക്ച്വൽ എമൗണ്ട് ഓഫ് എക്സ്പെൻസ്. ക്വാളിഫയിങ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ് ഡിഡക്ഷൻസിന് എലിജിബിൾ ആയിട്ടുള്ള എമൗണ്ടിനെയാണ് ക്വാളിഫയിങ് എമൗണ്ട് എന്ന് പറയുന്നത്. സോ ക്വാളിഫയിങ് എമൗണ്ട് ഇസ് ദ ആക്ച്വൽ എമൗണ്ട് ഓഫ് എക്സ്പെൻസ്. എത്രയാണോ ആക്ച്വലി സ്പെൻഡ് ചെയ്തിരിക്കുന്നത് അത് മൊത്തം ക്വാളിഫയിങ് എമൗണ്ട് ആയിട്ട് വരും. ബട്ട് ഇൻ കേസ് ഓഫ് LIC പ്രീമിയം, LIC പ്രീമിയത്തിന്റെ കാര്യത്തിൽ മാത്രം ക്വാളിഫയിങ് എമൗണ്ട് വേറെ ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ക്വാളിഫയിങ് എമൗണ്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഡേറ്റ് ഇൻ വിച്ച് ദ പോളിസി ഈസ് ടേക്കൺ ആൻഡ് ഫോർ ഹൂം ദ പോളിസി ഈസ് ടേക്കൺ. ഏത് ഡേറ്റിലാണ് പോളിസി എടുത്തതെന്നുള്ളതും അതുപോലെ തന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് പോളിസി എടുത്തതെന്നുള്ളതിനും ആശ്രയിച്ചിട്ടാണ് LIC പ്രീമിയത്തിന്റെ കാര്യത്തിൽ ക്വാളിഫയിങ് എമൗണ്ട് ഇരിക്കുന്നത്. So if the policy is taken before 1/4/2012, then the qualifying amount will be 20% of policy amount or actual premium paid, whichever is less. ഒരു പോളിസി എടുത്തിരിക്കുന്നത് LIC പോളിസി എടുത്തിരിക്കുന്നത് 1/4/2012 മുമ്പാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ക്വാളിഫയിങ് എമൗണ്ട് വിൽ ബി 20% ഓഫ് പോളിസി എമൗണ്ട്. പോളിസി എമൗണ്ടിന്റെ 20%ഓ അല്ലെങ്കിൽ ആക്ച്വൽ പ്രീമിയമോ ഏതാണോ ചെറുത് അതാണ് ക്വാളിഫയിങ് എമൗണ്ട് ആയിട്ട് വരുന്നത്. If the policy is taken on or after 1/4/2012, 1/4/2012 ശേഷം എടുത്തിട്ടുള്ള പോളിസി ആണെങ്കിൽ ക്വാളിഫയിങ് എമൗണ്ട് വിൽ ബി 10% ഓഫ് പോളിസി എമൗണ്ട് ഓർ ആക്ച്വൽ പ്രീമിയം വിച്ചെവർ ഈസ് ലെസ്. അപ്പോൾ 10% പോളിസി എമൗണ്ടിന്റെ 10% അല്ലെങ്കിൽ ആക്ച്വൽ പ്രീമിയം ഏതാണോ ചെറുത് അതായിരിക്കും 2012 ശേഷം എടുത്തിട്ടുള്ള പോളിസി ആണെങ്കിൽ. ഇനി 2013 ശേഷമാണ് പോളിസി എടുത്തിരിക്കുന്നത്. മാത്രമല്ല പോളിസി എടുത്തിരിക്കുന്ന ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ളൊരു ഡിപ്പെൻഡന്റിന് വേണ്ടിയിട്ടാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ക്വാളിഫയിങ് എമൗണ്ട് വിൽ ബി 15% ഓഫ് പോളിസി എമൗണ്ട് ഓർ ആക്ച്വൽ പ്രീമിയം പെയ്ഡ് വിച്ചെവർ ഈസ് ലെസ്. പോളിസി എമൗണ്ടിന്റെ 15% അല്ലെങ്കിൽ ആക്ച്വൽ പ്രീമിയമോ ഏതാണോ ചെറുത് അതാണ് ക്വാളിഫയിങ് എമൗണ്ട് ആയിട്ട് വരുന്നത്. അപ്പോൾ ക്വാളിഫയിങ് എമൗണ്ട് LIC പ്രീമിയത്തിന്റെ കാര്യത്തിൽ ഡേറ്റിനെ ആശ്രയിച്ചിട്ടാണ് പ്രധാനമായിട്ടും ഇരിക്കുന്നത്. അപ്പോൾ മുഴുവൻ തുകയും LIC പ്രീമിയം മുഴുവൻ തുകയും ഡിഡക്ഷൻ ആയിട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല. ക്വാളിഫയിങ് എമൗണ്ട് ഏറ്റവും ചെറുതാണ് എടുക്കുന്നത്. 20% ഓഫ് പോളിസി എമൗണ്ട് ഓർ ആക്ച്വൽ പ്രീമിയം വിച്ചെവർ ഈസ് ലെസ് ഇൻ കേസ് ദ പോളിസി ഈസ് ടേക്കൺ ബിഫോർ 1/4/2012. അല്ല 1/4/2012 അതിനുശേഷമോ എടുത്തിട്ടുള്ള പോളിസി ആണെങ്കിൽ ക്വാളിഫയിങ് എമൗണ്ട് വിൽ ബി 10% ഓഫ് പോളിസി എമൗണ്ട് ഓർ ആക്ച്വൽ പ്രീമിയം വിച്ചെവർ ഈസ് ലെസ്. പോളിസി എടുത്തിരിക്കുന്നത് 2013 ശേഷവും അതൊരു ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ 15% ഓഫ് പോളിസി എമൗണ്ട് ഓർ ആക്ച്വൽ പ്രീമിയം വിച്ചെവർ ഈസ് ലെസ് ആണ് ക്വാളിഫയിങ് എമൗണ്ട് ആയിട്ട് വരുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ 12 ഐറ്റംസ് ഏതാണെന്ന് വേണമെങ്കിൽ നമുക്ക് കാണാവുന്നതാണ്. ഇതൊക്കെയാണ് 12 ഐറ്റംസ് ആയിട്ട് വരുന്നത്. ഈ 80C പ്രകാരം നമുക്ക് ഡിഡക്ഷൻ കിട്ടുന്ന ചെലവുകളാണ് അതൊക്കെ. ഇൻഷുറൻസ് പ്രീമിയം, കോൺട്രിബ്യൂഷൻ ടു സ്റ്റാറ്റ്യൂട്ടറി പ്രോവിഡന്റ് ഫണ്ട്, റെക്കഗ്നൈസ്ഡ് പ്രോവിഡന്റ് ഫണ്ട്, പബ്ലിക് പ്രോവിഡന്റ് ഫണ്ട്, സൂപ്പറാനുവേഷൻ ഫണ്ട്, ട്യൂഷൻ ഫീസ് ഫോർ ചിൽഡ്രൻ. നമ്മുടെ കുട്ടികൾക്ക് അസസിയുടെ കുട്ടികൾക്ക് ട്യൂഷൻ ഫീസ് അടച്ചിട്ടുണ്ടെങ്കിൽ അതും ഡിഡക്ഷൻ ആയിട്ട് കിട്ടും. പക്ഷേ 2 കുട്ടികളുടെ ട്യൂഷൻ ഫീസ് ഡിഡക്ഷൻ ആയിട്ട് തരുള്ളൂ.
and subscription to eligible issue of share capital, ULIP, units of mutual fund, ഫിക്സഡ് ഡെപ്പോസിറ്റ് ഷെഡ്യൂൾഡ് ബാങ്കിൽ 5 കൊല്ലത്തിൽ കുറയാത്ത ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ എമൗണ്ട് നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് കിട്ടും. ഇനി പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റ് അക്കൗണ്ടിൽ 5 കൊല്ലത്തേക്ക് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് കിട്ടും. ഇനി ഹൗസിംഗ് ലോൺ എടുത്തിട്ട് വിചാരിക്കുക, അതിന്റെ പ്രിൻസിപ്പൽ റീപേയ്മെന്റ്, അതായത് മുതൽ നമ്മൾ തിരിച്ചടയ്ക്കുകയാണെങ്കിൽ ആ മുതൽ എമൗണ്ട് നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് കിട്ടും. പർച്ചേസ് ഓഫ് നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ് 8th and 9th ഇഷ്യൂ, 8th and 9th ഇഷ്യൂന്റെ നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ് നമ്മൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ അതും ഒരു ചെലവാണ്, അത് ഡിഡക്ഷൻ ആയിട്ട് കിട്ടും. NSE 8th and 9th ഇഷ്യൂന്റെ മുകളിൽ കിട്ടുന്ന ഇൻട്രസ്റ്റും നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് കിട്ടും. ദെൻ ഇൻഫ്രാസ്ട്രക്ചറൽ ബോണ്ട്, ഏതെങ്കിലും ഗവൺമെന്റിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനിയുടെയോ ഇൻഫ്രാസ്ട്രക്ചറൽ ബോണ്ട് നമ്മൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് കിട്ടും. ദെൻ സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തുകയും നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് കിട്ടും. ദെൻ സുകന്യ സമൃദ്ധി അക്കൗണ്ടിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത തുക നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് കിട്ടും. സോ ഇതൊക്കെയാണ് ATCയിൽ വരുന്ന 12ഓളം വരുന്ന ചെലവുകൾ. അതിൽ ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ഫോർ സെൽഫ്, സ്പൗസ് ഓർ ചിൽഡ്രൻ മാത്രം നമുക്ക് ക്വാളിഫയിങ് എമൗണ്ട് വേറെ ആയിട്ട് കാണണം. ബാക്കിയൊക്കെ എത്രയാണോ ആക്ച്വലി നമ്മൾ പേ ചെയ്തിട്ടുള്ളത് അതാണ് നമ്മുടെ ക്വാളിഫയിങ് എമൗണ്ട് ആയിട്ട് വരുന്നത്. സോ ഇതാണ് ATCയിലുള്ള കാര്യങ്ങൾ. പക്ഷേ ഈ 12 ഐറ്റംസ് ഉള്ള എക്സ്പെൻഡിച്ചർ മൊത്തം നമ്മൾ അടച്ചിട്ടുണ്ട് വിചാരിക്കുക. കുറേ എക്സ്പെൻഡിച്ചർ നമ്മൾ നടത്തിയിട്ടുണ്ട്. അതിലെ ക്വാളിഫയിങ് എമൗണ്ട് കൂട്ടി നോക്കിയപ്പോൾ ഒരു 1,80,000 ഒക്കെ വന്നിട്ടുണ്ട് വിചാരിക്കുക. അപ്പോൾ മൊത്തം ക്വാളിഫയിങ് എമൗണ്ട് നമുക്ക് കിട്ടില്ല. ATC പ്രകാരം ക്വാളിഫയിങ് എമൗണ്ടിന് ഒരു സീലിംഗ് ഉണ്ട്, ഒരു ലിമിറ്റ് ഉണ്ട്. The total qualifying amount under section 80C shall not exceed rupees 1,50,000. 1,50,000 മീതെ കടക്കാൻ പാടില്ല. അതാണ് ATC പ്രകാരമുള്ള ഒരു ഒരു ലിമിറ്റാണത്. ക്വാളിഫയിങ് എമൗണ്ട് നമുക്ക് ആക്ച്വൽ എക്സ്പെൻഡിച്ചർ കിട്ടും. LIC പ്രീമിയത്തിൽ മാത്രം ചെറിയൊരു കാൽക്കുലേഷൻ നടത്തിയിട്ട് ക്വാളിഫയിങ് എമൗണ്ട് കിട്ടുന്നു. ബാക്കി എല്ലാ എക്സ്പെൻഡിച്ചറും എത്രയാണോ നിങ്ങൾ മൊത്തം ചിലവാക്കിയിട്ടുള്ളത് അത് മുഴുവൻ ക്വാളിഫയിങ് എമൗണ്ട് ആയിട്ട് തരും. പക്ഷേ മൊത്തം ക്വാളിഫയിങ് എമൗണ്ട് 1,50,000 മീതെ പോവാണെങ്കിൽ അത് മുഴുവനും നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് കിട്ടില്ല. മാക്സിമം ഡിഡക്ഷൻ വിൽ ബി 1,50,000 അണ്ടർ സെക്ഷൻ 80C. ഇതാണ് ATCയിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളത്. അടുത്തത് നമുക്ക് 80CCC. ഇത് ഇത്ര തന്നെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സെക്ഷൻ അല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള സെക്ഷൻ ആണ്. കോൺട്രിബ്യൂഷൻ ടുവേഴ്സ് പെൻഷൻ ഫണ്ട്. നമ്മൾ പെൻഷൻ ഫണ്ടിലേക്ക് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അതൊരു ഡിഡക്ഷൻ ആയിട്ട് നമുക്ക് തരുന്നതാണ്. അതാണ് 80CCC പ്രകാരം നമുക്ക് കിട്ടുന്ന ഡിഡക്ഷൻ. So when the assessee makes any contribution towards the pension fund, such contributions are eligible for deductions under section 80CCC. So സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പെൻഷൻ ഫണ്ടിലേക്കോ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് പെൻഷൻ ഫണ്ടിലേക്കോ ഒരു അസസി എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് കിട്ടും 80CCC പ്രകാരം. The qualifying amount will be the full amount of contribution. എത്രയാണോ നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അത് മുഴുവനായിട്ട് നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് കിട്ടും. Here also we have a limit, that is total qualifying amount under section 80CCC shall not exceed rupees 1,50,000. ATC പറയുന്ന പോലെ തന്നെ 80CCC പ്രകാരമുള്ള ഡിഡക്ഷൻസ് ഒരിക്കലും 1,50,000 മീതെ കടക്കാൻ പാടില്ല. So that is 80CCC. Now comes 80CCD subsection 1. 80CCD subsection 1. ഇത് എന്തിനെ കുറിച്ചാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അസസീസ് കോൺട്രിബ്യൂഷൻ ടുവേഴ്സ് നാഷണൽ പെൻഷൻ സ്കീം. അപ്പൊ നേരത്തെ പറഞ്ഞ പെൻഷൻ സ്കീം 80CCC പ്രകാരമുള്ള പെൻഷൻ ഫണ്ടിലേക്കുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നാഷണൽ പെൻഷൻ സ്കീം അല്ല, അത് ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയോ അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു പെൻഷൻ ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിനെ പറ്റിയാണ് 80CCC പറയുന്നത്. എങ്കിൽ 80CCD സബ്സെക്ഷൻ 1 പറയുന്നത് അസസീസ് കോൺട്രിബ്യൂഷൻ ടുവേഴ്സ് നാഷണൽ പെൻഷൻ സ്കീം NPS എന്ന് പറയും. അതായത് സെൻട്രൽ ഗവൺമെന്റ് ചില പെൻഷൻ സ്കീമുകൾ തുടങ്ങിയിട്ടുണ്ട്, അതിലേക്കാണ് അസസി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതുണ്ടെങ്കിൽ കിട്ടുന്ന ഡിഡക്ഷൻ ആണ് 80CCD സബ്സെക്ഷൻ 1 പ്രകാരമുള്ള ഡിഡക്ഷൻ. When the assessee makes any contribution towards the national pension scheme set up by the central government set ചെയ്തിട്ടുള്ള national pension സ്കീമിലേക്കാണ് കോൺട്രിബ്യൂട്ട് ചെയ്തതെന്നുണ്ടെങ്കിൽ such contributions are eligible for deductions under section 80CCD subsection 1. Okay, so this deduction is available to individual who are either a salaried person or non-salaried person.
സോ സാലറീഡ് ആയിട്ടുള്ള പേഴ്സണും ഈ ഡിഡക്ഷൻ കിട്ടും, നോൺ സാലറീഡ് ആയിട്ടുള്ള പേഴ്സണും ഈ ഡിഡക്ഷൻ കിട്ടും. നോൺ സാലറീഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താണ് സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ഒരു കട നടത്തുന്നു, അല്ലെങ്കിൽ ഒരു ഓ, എന്താ പറയാ ചെറുതായിട്ട് വീട് വീട് ഉണ്ടാക്കിയിട്ട് അത് വാടകയ്ക്ക് കൊടുത്ത് ജീവിക്കുന്നു. ഇത്തരം ആൾക്കാര് സാലറീഡ് ആയിട്ടുള്ള ആൾക്കാരല്ലെങ്കിൽ കൂടി അവർക്കും NPS കോൺട്രിബ്യൂട്ട് ചെയ്യാം. ആ കോൺട്രിബ്യൂഷൻ അവർക്ക് ഡിഡക്ഷൻ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ സാലറീഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് മാത്രമല്ല ഡിഡക്ഷൻ കിട്ടുന്നത്, നോൺ സാലറീഡ് ആയിട്ടുള്ള ആൾക്കാർക്കും 80CC(d) സബ്സെക്ഷൻ 1 പ്രകാരം ഡിഡക്ഷൻ കിട്ടും. ക്വാളിഫയിങ് എമൗണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ദ ക്വാളിഫയിങ് എമൗണ്ട് അണ്ടർ സെക്ഷൻ 80CC(d) സബ്സെക്ഷൻ 1 ഈസ് ആസ് അണ്ടർ. എങ്ങനെയാണ്? ഇൻ കേസ് ഓഫ് സാലറീഡ് പേഴ്സൺ, സാലറീഡ് ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ ക്വാളിഫയിങ് എമൗണ്ട് വിൽ ബി ആക്ച്വൽ കോൺട്രിബ്യൂഷൻ ടു NPS ഓർ 10% ഓഫ് സാലറി വിച്ച് എവർ ഈസ് ലെസ്. അയാൾ എത്രയാണോ ആക്ച്വലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് NPSലേക്ക്, അത് മൊത്തം ഡിഡക്ഷൻ ആയിട്ട് കിട്ടിക്കൊള്ളുന്നില്ല. ആക്ച്വൽ കോൺട്രിബ്യൂഷനോ അല്ലെങ്കിൽ 10% ഓഫ് സാലറിയുടെ 10% വിച്ച് എവർ ഈസ് ലെസ്, ഏതാണോ ചെറുത് അതാണ് അയാൾക്ക് ഡിഡക്ഷൻ ആയിട്ട് കിട്ടുക, സാലറീഡ് ആയിട്ടുള്ള വ്യക്തിക്ക്. അങ്ങനെയാണെങ്കിൽ നോൺ സാലറീഡ് ആയിട്ടുള്ള വ്യക്തിക്ക് സാലറി ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇൻ കേസ് ഓഫ് നോൺ സാലറീഡ് പേഴ്സൺ, ക്വാളിഫൈഡ് എമൗണ്ട് വിൽ ബി, ക്വാളിഫൈഡ് എമൗണ്ട് എത്രയാണ്? ആക്ച്വൽ കോൺട്രിബ്യൂഷൻ ടു NPS ഓർ 20% ഓഫ് ഗ്രോസ് ടോട്ടൽ ഇൻകം വിച്ച് എവർ ഇസ് ലെസ്. സോ നോൺ സാലറീഡ് ആയിട്ടുള്ള വ്യക്തിക്ക് സാലറി ഇല്ലാത്ത കാരണം അയാളുടെ ക്വാളിഫൈങ് എമൗണ്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത് ആക്ച്വൽ കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ 20% ഓഫ് ഗ്രോസ് ടോട്ടൽ ഇൻകം വിച്ച് എവർ ഇസ് ലെസ്. ഗ്രോസ് ടോട്ടൽ ഇൻകത്തിന്റെ 20% ഏതാണോ ചെറുത് അതാണ് ക്വാളിഫയിങ് എമൗണ്ട് ആയിട്ട് കിട്ടുന്നത്, അതാണ് ഡിഡക്ഷൻ ആയിട്ട് വരിക. ക്വാളിഫയിങ് എമൗണ്ട് എന്ന് പറയുന്നത് ഡിഡക്ഷൻ എലിജിബിൾ ആയിട്ടുള്ള എമൗണ്ട്. ഓക്കെ, ഇവിടെയും നമുക്ക് ക്വാളിഫയിങ് എമൗണ്ട് ഒരു ലിമിറ്റ് ഉണ്ട്. ദ ടോട്ടൽ ക്വാളിഫയിങ് എമൗണ്ട് ആണ് സെക്ഷൻ 80CC(d) സബ്സെക്ഷൻ 1 ഷാൽ നോട്ട് എക്സീഡ് 1,50,000. 1,50,000 കടക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള 80C പ്രകാരം ഡിഡക്ഷൻ കിട്ടുന്നുണ്ട്, 80CC പ്രകാരം ഡിഡക്ഷൻ കിട്ടുന്നുണ്ട്, 80CC(d) സബ്സെക്ഷൻ 1 പ്രകാരം ഡിഡക്ഷൻ കിട്ടുന്നുണ്ട്. ഈ ഓരോന്നിനും എന്തുണ്ട്? ഇൻഡിവിജ്വലി ലിമിറ്റ് ഉണ്ട്, 1,50,000. So far we have seen deductions under section 80C, 80CCC and 80CC(d) subsection 1. Each of these sections have a maximum ceiling limit for qualifying amount, that is 1,50,000. ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് 1,50,000 ലിമിറ്റ് ഉണ്ട്. അതിന്റെ ഇടയിലാണ് ഒരു ചെറിയൊരു പാറ പോലെ ഒരു സെക്ഷൻ കയറി വരുന്നത്, 80CCE. 80CCE പ്രകാരം എന്താണ് പറയുന്നത് നോക്കുള്ളൂ. സെക്ഷൻ 80CCE ഡിഡക്ഷൻ തരുന്ന ഒരു സെക്ഷൻ അല്ല, അതൊരു പാറ പണിയുന്ന സെക്ഷനാണ്. എന്താണ് അത് പറയുന്നത് നോക്കൂ. ആസ് പെർ സെക്ഷൻ 80CCE, ടോട്ടൽ ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 80C, 80CCC and 80CC(d) subsection 1 ഷാൽ നോട്ട് എക്സീഡ് റുപ്പീസ് 1,50,000. അങ്ങനെ ഒരു കാര്യം കൂടെ പറഞ്ഞു വെക്കുന്നുണ്ട് 80CCE എന്ന് പറയുന്ന സെക്ഷൻ. സോ 80CCE എന്ന് പറയുന്ന സെക്ഷൻ കുറച്ച് പ്രത്യേകതയുള്ള സെക്ഷനാണ്. ഇത് ഡിഡക്ഷൻ അല്ല പറയുന്നത്, അത് വലിയൊരു ലിമിറ്റ് ആണ് പറയുന്നത്. നമുക്കറിയാം 80C പ്രകാരം 1,50,000 ആണ് ലിമിറ്റ്, 80CCC പ്രകാരം 1,50,000 ലിമിറ്റ് ഉണ്ട്, 80CC(d) സബ്സെക്ഷൻ 1 പ്രകാരം 1,50,000 ലിമിറ്റ് ഉണ്ട്. സോ ഓരോന്നിലും 1,50,000 ലിമിറ്റ് ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ടോട്ടൽ ഡിഡക്ഷൻ 1.5 + 1.5 + 1.5 4.5 അല്ല. അതാണ് 80CCE പറയുന്നത്. 80CCE വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് 80C പ്രകാരം ഡിഡക്ഷൻ ഉണ്ട്, 80CCC പ്രകാരം ഡിഡക്ഷൻ ഉണ്ട്, 80CC(d) സബ്സെക്ഷൻ 1 പ്രകാരം ഡിഡക്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഡിഡക്ഷൻ എന്തിനേക്കാൾ കൂടാൻ പാടില്ല? 1,50,000 കൂടാൻ പാടില്ല എന്നാണ് 80CCE എന്ന് പറയുന്ന സെക്ഷൻ പറയുന്നത്. സോ 80Cയിലെ ഡിഡക്ഷൻസും 80CCCയിലെ ഡിഡക്ഷൻസും 80CC(d) സബ്സെക്ഷൻ 1 പ്രകാരമുള്ള ഡിഡക്ഷൻസിന്റെയും ടോട്ടൽ ഡിഡക്ഷനും എന്തിനേക്കാൾ കൂടാൻ പാടില്ല? 1,50,000 കൂടാൻ പാടില്ല എന്നുള്ളതാണ് സെക്ഷൻ 80CCE പറയുന്നത്. ഇത് ഞാനൊരു എക്സാമ്പിൾ വഴി പറഞ്ഞുതരാം, അപ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ടാവും. ടോട്ടൽ ക്വാളിഫയിങ് എമൗണ്ട് ഫോർ മിസ്റ്റർ രാംലാൽ അണ്ടർ സെക്ഷൻ 80C ഈസ് ₹20,000 എന്ന് വിചാരിക്കുക. സെക്ഷൻ 80C പ്രകാരമുള്ള അയാളുടെ ക്വാളിഫയിങ് എമൗണ്ട്, ഡിഡക്ഷൻ എലിജിബിൾ ആയിട്ടുള്ള എമൗണ്ട് 20,000 ആണെന്ന് വിചാരിക്കുക മിസ്റ്റർ രാംലാലിന്റെ സെക്ഷൻ 80C പ്രകാരം. അതൊരു പക്ഷേ ട്യൂഷൻ ഫീസ് വഴിയായിരിക്കാം, അല്ലെങ്കിൽ എലിജിബിൾ സബ്സ്ക്രിപ്ഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ ആയിരിക്കാം, അല്ലെങ്കിൽ പർച്ചേസ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ബോണ്ട് ആയിരിക്കാം. എന്താന്ന് ഇതിൽ പറയുന്നില്ല, എക്സാമ്പിളിൽ പറയുന്നില്ല. എന്തായാലും ക്വാളിഫയിങ് എമൗണ്ട് സെക്ഷൻ 80C പ്രകാരം അയാൾക്ക് കിട്ടാവുന്ന ഡിഡക്ഷൻ 20,000 ആണ്. പ്രശ്നമില്ല, 1,50,000 വരെ 80C പ്രകാരം ഡിഡക്ഷൻസ് ഉണ്ട്. സോ 20,000 രൂപയാണ് ഇയാൾ നടത്തിയിട്ടുള്ള ചെലവ്, അത് മുഴുവനും ഇയാൾക്ക് ഡിഡക്ഷൻ ആയിട്ട് കിട്ടും.
ATC പ്രകാരം. ഇനി Mr. Ramlal's total contribution towards pension fund is rupees 30,000. So 30,000 പെൻഷൻ ഫണ്ടിലേക്ക് ഇയാൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. സോ അത് സെക്ഷൻ 80CCC പ്രകാരം ഡിഡക്ഷൻസിന് അവൈലബിൾ ആണ്, എലിജിബിൾ ആണ്. സോ 1,50,000 വരെ ഡിഡക്ഷൻ കിട്ടുന്ന സെക്ഷനാണ് 80CCC. ഇവിടെ 30,000 രൂപയാണ് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്, അത് മൊത്തം നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് കിട്ടും. Then Mr. Ramlal's total contribution towards national pension scheme is rupees 1,50,000. നാഷണൽ പെൻഷൻ സ്കീമിലേക്ക് ഇയാൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, 1,50,000 രൂപ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് പ്രീവിയസ് ഇയറിൽ. The salary of Mr. Ramlal is rupees 12 lakhs. അയാളുടെ സാലറി 12 lakhs ആണ്. പ്രീവിയസ് ഇയറിൽ കിട്ടുന്ന അയാളുടെ ടോട്ടൽ സാലറി 12 ലക്ഷമാണ്. ഓക്കെ, സോ നമുക്ക് എങ്ങനെയാണ് ഡിഡക്ഷൻസ് കിട്ടുന്നത് നോക്കിക്കോട്ടെ. ക്വാളിഫയിങ് എമൗണ്ട് അണ്ടർ സെക്ഷൻ 80C 20,000 അത് ഓൾറെഡി ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. സോ 80C പ്രകാരം കിട്ടുന്ന ഡിഡക്ഷൻ 20,000 രൂപയാണ്. ഇനി 80CCC പ്രകാരം, അതായത് കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് പെൻഷൻ ഫണ്ട്, 30,000 രൂപ ഡിഡക്ഷൻ കിട്ടും. 30,000 രൂപയുടെ കിട്ടുന്ന ഡിഡക്ഷൻ 80CCC പ്രകാരം. ഇതും ലിമിറ്റിന് മീതെ പോയിട്ടില്ല. 80CCC പ്രകാരം 1,50,000 വരെ ഡിഡക്ഷൻ കിട്ടും, 80C പ്രകാരം 1,50,000 വരെ ഡിഡക്ഷൻ കിട്ടും. രണ്ടും ലിമിറ്റിന് താഴെയാണ്. 20,000 ഇവിടെയും 30,000 80CCC പ്രകാരം. ഇനി 80CC D സബ്സെക്ഷൻ 1 പ്രകാരം കിട്ടുന്ന ഡിഡക്ഷൻ നോക്കിക്കോട്ടോ. 80CC D സബ്സെക്ഷൻ 1 അതായത് കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് നാഷണൽ പെൻഷൻ സ്കീം. ഇതിൽ ക്വാളിഫയിങ് എമൗണ്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ആക്ച്വൽ NPS കോൺട്രിബ്യൂഷൻ ഓർ 10% ഓഫ് സാലറി വിച്ച് എവർ ഈസ് ലെസ്. സാലറിയുടെ 10% അല്ലെങ്കിൽ ആക്ച്വൽ കോൺട്രിബ്യൂഷനോ. ആക്ച്വൽ കോൺട്രിബ്യൂഷൻ വരുന്നത് 1,50,000 ആണ്. സാലറി എന്ന് പറയുന്നത് 12 ലക്ഷമാണ്. അതിന്റെ 10% എന്ന് പറയുന്നത് 1,20,000. സോ ഇതിൽ ഏറ്റവും ചെറുത് ഏതാണോ അതാണ് ക്വാളിഫയിങ് എമൗണ്ട് ആയിട്ട് വരുന്നത്. സോ 1,20,000 ആണ് ക്വാളിഫയിങ് എമൗണ്ട്. അഗൈൻ നമുക്ക് പേടിക്കാനില്ല, കാരണം 80CC D സബ്സെക്ഷൻ 1 പ്രകാരം മാക്സിമം ഡിഡക്ഷൻ കിട്ടുന്നത് 1,50,000 വരെയാണ്. ഇവിടെ 1,20,000 ആണ് ക്വാളിഫയിങ് എമൗണ്ട്, അത് മുഴുവനും നമുക്ക് ഡിഡക്ഷൻ കിട്ടേണ്ടതാണ്. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ ഇത് മൂന്നും കൂടെ കൂട്ടുമ്പോൾ 1,50,000 മീതെ പോകുന്നുണ്ട്. Here the total qualifying amount under section 80C, 80CCC and 80CCD subsection 1 is 1,70,000. 1,70,000 വരുന്നുണ്ട്. അത് 80CCE എന്ന് പറയുന്ന സെക്ഷൻ സമ്മതിക്കില്ല. സോ 80CCE എന്ന് പറയുന്ന സെക്ഷൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് ടോട്ടൽ ഡിഡക്ഷൻ അവൈലബിൾ ഫോർ 80C, 80CCC and 80CCD subsection 1 is 1,50,000. സോ 80CCE പ്രകാരം ഇയാൾക്ക് കിട്ടുന്ന ടോട്ടൽ ഡിഡക്ഷൻ 1,50,000 ആണ്. ഇയാൾ നടത്തിയിട്ടുള്ള ടോട്ടൽ ചെലവ് 1,70,000 ആണ്. മൂന്നും കൂടിയാൽ 1,70,000 ആണ്. 80C പ്രകാരം 20,000 രൂപ ഡിഡക്ഷൻ കിട്ടും, 80CCC പ്രകാരം 30,000 രൂപ ഡിഡക്ഷൻ കിട്ടും, 80CCD സബ്സെക്ഷൻ 1 പ്രകാരം 1,20,000 വരെ ഡിഡക്ഷൻ കിട്ടേണ്ടതാണ്. അയാളുടെ ക്വാളിഫയിങ് എമൗണ്ട് 1,20,000 ആണ്. പക്ഷെ ഇത് മൂന്നും കൂട്ടിയപ്പോൾ 1,70,000 ആയി. അത് 80CCEക്ക് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് തന്നെ 1,70,000 മൊത്തം ഡിഡക്ഷൻ കിട്ടില്ല, 1,50,000 ഡിഡക്ഷൻ കിട്ടുള്ളൂ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി NPSലേക്കുള്ള കോൺട്രിബ്യൂഷൻ 1,20,000 ആണെങ്കിലും അത് മൊത്തം നമുക്ക് ഡിഡക്ഷൻ കിട്ടിയിട്ടില്ല. 20,000 80C പ്രകാരം ഡിഡക്ഷൻ കിട്ടി, 30,000 80CCC പ്രകാരം ഡിഡക്ഷൻ കിട്ടി. അപ്പൊ മൊത്തം 50,000 ആയി. പിന്നെ 1,20,000 1,00,000 കൂടെ അയാൾക്ക് ഡിഡക്ഷൻ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ 1,50,000 ഡിഡക്ഷൻ കിട്ടിയിട്ടുണ്ട്. കിട്ടാതെ കിടക്കുന്ന 20,000 എന്ന് പറയുന്ന NPS കോൺട്രിബ്യൂഷൻ, 20,000 രൂപയുടെ NPS കോൺട്രിബ്യൂഷൻ ഇയാൾക്ക് ഡിഡക്ഷൻ കിട്ടിയിട്ടില്ല. കാരണം 80CCE കാരണമാണ് ആ ഡിഡക്ഷൻ കിട്ടാതിരുന്നത്. അങ്ങനെ വരുമ്പോൾ NPS കോൺട്രിബ്യൂഷനെ മാത്രം സഹായിക്കാനായിട്ടൊരു നല്ലൊരു സെക്ഷൻ കയറി വരുന്നുണ്ട്. സെക്ഷൻ 80CCD സബ്സെക്ഷൻ 1B. അതെന്താ പറയണതെന്ന് നോക്കിക്കോളൂ. 80CCD subsection 1B. We know that as per 80CCD subsection 1, 80CCD subsection 1 ൽ എന്താ പറയുന്നത്? Assessee's contribution towards NPS is eligible for deduction and maximum deduction is 1,50,000 under this section. So 80CCD subsection 1 പ്രകാരം NPSലേക്കുള്ള കോൺട്രിബ്യൂഷന്റെ മാക്സിമം ഡിഡക്ഷൻ 1,50,000 ആണ്. മാത്രമല്ല again as per section 80CCE, total deduction under section 80C, 80CCC and 80CCD subsection 1 shall not exceed 1,50,000 എന്നും കൂടെ പറയുന്നുണ്ട്. നമ്മൾ കണ്ടതാണ്. അപ്പൊ ചിലപ്പോ NPS കോൺട്രിബ്യൂഷൻ മുഴുവനും നമുക്ക് ഡിഡക്ഷൻ കിട്ടിക്കൊള്ളുന്നില്ല. NPS കോൺട്രിബ്യൂഷന്റെ ക്വാളിഫയിങ് എമൗണ്ട് കഴിഞ്ഞ എക്സാമ്പിളിൽ പറഞ്ഞ മാതിരി തന്നെ 1,20,000 ക്വാളിഫയിങ് എമൗണ്ട് എന്നുണ്ടെങ്കിൽ കൂടി 1,00,000 വരെ നമുക്ക് ഡിഡക്ഷൻ കിട്ടിയിട്ടുള്ളൂ. 20,000 രൂപയുടെ ഡിഡക്ഷൻ നമുക്ക് കിട്ടിയിട്ടില്ല.
സോ ഇൻ അഡീഷൻ ടു എബവ് മെൻഷൻഡ് ലിമിറ്റ് ഫോർ ദ ഡിഡക്ഷൻ, ഈ പറയുന്ന രണ്ട് ലിമിറ്റുകൾക്ക് പുറമെ നമുക്കൊരു അഡീഷണൽ ഡിഡക്ഷൻ നമുക്ക് കിട്ടും ആസ് പെർ സെക്ഷൻ 80 CC D സബ്സെക്ഷൻ 1B. 1B പ്രകാരം 80 CC D സബ്സെക്ഷൻ 1B പ്രകാരം അസസീസ് കോൺട്രിബ്യൂഷൻ ടുവേഴ്സ് NPS ഈസ് എലിജിബിൾ ഫോർ അഡീഷണൽ ഡിഡക്ഷൻ. അത് ഈ രണ്ട് ലിമിറ്റിന് പുറമെയാണ് അഡീഷണൽ ഡിഡക്ഷൻ വരുന്നത്. ഇപ്പൊ 80 CC D സബ്സെക്ഷൻ 1 പ്രകാരം 1,50,000 ആണ് മാക്സിമം ലിമിറ്റ്. അതിന് പുറമെ കിട്ടുന്ന ഡിഡക്ഷൻ ആണ് ഈ 50,000. അതുപോലെ തന്നെ 80 CC E പ്രകാരം ടോട്ടൽ ഡിഡക്ഷൻ 1,50,000 ആണ് ലിമിറ്റ്. അതിന് പുറമെ കിട്ടുന്ന ഡിഡക്ഷൻ ആണ് 80 CC D സബ്സെക്ഷൻ 1B പ്രകാരം, ആൻഡ് ദാറ്റ് മാക്സിമം ഡിഡക്ഷൻ ഈസ് 50,000 വരെ നമുക്ക് ഡിഡക്ഷൻ കിട്ടും. അപ്പോൾ മൊത്തം NPS-ലേക്കുള്ള കോൺട്രിബ്യൂഷൻ നമുക്ക് 80 CC D സബ്സെക്ഷൻ 1 പ്രകാരം കിട്ടിയില്ലെങ്കിലും പേടിക്കണ്ട, അല്ലെങ്കിൽ 80 CC E പ്രകാരം കിട്ടിയില്ലെങ്കിലും പേടിക്കണ്ട. ബാക്കിയുള്ള ഡിഡക്ഷൻസ് നമുക്ക് എന്തെന്ന് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം? 80 CC D സബ്സെക്ഷൻ 1B പ്രകാരം ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. ഞാൻ നേരത്തെ എക്സാമ്പിളിൽ തന്നെ പറയാം. ക്വാളിഫയിങ് എമൗണ്ട് അണ്ടർ സെക്ഷൻ 80C 20,000 ആണ്. ക്വാളിഫയിങ് എമൗണ്ട് അണ്ടർ സെക്ഷൻ 80CC 30,000 ആണ്. മൊത്തം 50,000 ഡിഡക്ഷൻ കിട്ടും. ദെൻ 80CC D സബ്സെക്ഷൻ 1 പ്രകാരം 1,20,000 ആണ് ക്വാളിഫയിങ് എമൗണ്ട്. പക്ഷെ അത് മൊത്തം നമുക്ക് ഡിഡക്ഷൻ കിട്ടില്ല, കാരണം ഇവിടെ തന്നെ 50,000 പോയിന്റ്, ഇനി ബാക്കി 1,00,000 കിട്ടുള്ളൂ. സോ 20,000 രൂപയുടെ ഡിഡക്ഷൻ നമുക്ക് കിട്ടിയിട്ടില്ല. 80C പ്രകാരം 80CC പ്രകാരം 80CC D സബ്സെക്ഷൻ 1 പ്രകാരം നമുക്ക് 20,000 രൂപയുടെ ഡിഡക്ഷൻ കിട്ടാതെ കിടക്കുന്നുണ്ട്. കാരണം 80CC E കാരണം ഹിയർ ടോട്ടൽ ഡിഡക്ഷൻ അവൈലബിൾ ആസ് പെർ 80CC E ഈസ് 1,50,000. അപ്പോൾ 20,000 രൂപയുടെ ഡിഡക്ഷൻ നമുക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല. മൊത്തം 1,70,000 ആണ്. അതിൽ 1,50,000 ഡിഡക്ഷൻ കിട്ടി. അപ്പോൾ ഈ 1,20,000-ന് 20,000 നമുക്ക് ഡിഡക്ഷൻ കിട്ടിയിട്ടില്ല, 1,00,000 മാത്രമേ ഡിഡക്ഷൻ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ കിട്ടാതെ കിടക്കുന്ന ആ 20,000 ഡിഡക്ഷൻ നമുക്ക് ഏത് സെക്ഷൻ പ്രകാരം ക്ലെയിം ചെയ്യാം? Don't worry, additional deduction of 20,000 in respect of assessor's contribution towards NPS is available as per section 80CC-D subsection 1B. So 80CC-D subsection 1B പ്രകാരം നമുക്ക് കിട്ടാതെ കിടക്കുന്ന 20,000 രൂപ അത് അഡീഷണൽ ഡിഡക്ഷൻ ആയിട്ട് കിട്ടും. അതാണ് സെക്ഷൻ 80CC-D subsection 1B. Okay, so this is all about 80CC-D subsection 1B. ഇനി നമ്മൾ ലാസ്റ്റ് സെക്ഷനിലേക്കാണ് കിടക്കുന്നത്. ആദ്യത്തെ ഗ്രൂപ്പിലെ 80CC-D സബ്സെക്ഷൻ 2. അതെന്താ പറയുന്നത് നോക്കൂ. എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ഓൺ ബിഹാഫ് ഓഫ് അസസി ടുവേഴ്സ് നാഷണൽ പെൻഷൻ സ്കീം. 80CC-D സബ്സെക്ഷൻ 1 പറയുന്നത് അസസിയുടെ കോൺട്രിബ്യൂഷൻ ആണ്, NPS-ലേക്കുള്ള അസസിയുടെ കോൺട്രിബ്യൂഷൻ. 80CC-D സബ്സെക്ഷൻ 2 പറയുന്നത് എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ഓൺ ബിഹാഫ് ഓഫ് അസസി. അസസിക്ക് വേണ്ടിയിട്ട് എംപ്ലോയറും കോൺട്രിബ്യൂട്ട് ചെയ്യും NPS-ലേക്ക്. സോ ആ എംപ്ലോയറിന്റെ കോൺട്രിബ്യൂഷനും നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് കിട്ടും. When the employer of the assessee makes any contributions towards the national pension scheme on behalf of the assessee, അസസിക്ക് വേണ്ടിയിട്ട് എംപ്ലോയർ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ, നാഷണൽ പെൻഷൻ സ്കീമിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, സച്ച് കോൺട്രിബ്യൂഷൻസ് ആർ എലിജിബിൾ ഫോർ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80CC-D സബ്സെക്ഷൻ 2. ഓക്കെ, അപ്പൊ രണ്ടും തമ്മിൽ കൺഫ്യൂഷൻ ആവരുത്. 80CC-D സബ്സെക്ഷൻ 1 പറയുന്നത് അസസിയുടെ കോൺട്രിബ്യൂഷൻ ആണ് നാഷണൽ പെൻഷൻ സ്കീമിലേക്ക്. 80CC-D സബ്സെക്ഷൻ 2 പറയുന്നത് അസസിയുടെ എംപ്ലോയറിന്റെ കോൺട്രിബ്യൂഷൻ ആണ്. അസസിക്ക് വേണ്ടിയിട്ട് എംപ്ലോയറും കോൺട്രിബ്യൂട്ട് ചെയ്യും. ആ എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന തുകയും ഡിഡക്ഷൻ ആയിട്ട് കിട്ടും. അതാണ് 80CC-D സബ്സെക്ഷൻ 2 പറയുന്നത്. This deduction is available in case of central government employee or any other employee. Central government employee ആണെങ്കിലും ശരി, സ്റ്റേറ്റ് ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിലും ശരി, ഇനി ഏതെങ്കിലും കമ്പനിയിലെ എംപ്ലോയി ആണെങ്കിലും ശരി, ഈ ഡിഡക്ഷൻ അവൈലബിൾ ആണ്. ഓക്കെ, സാലറീഡ് ആയിട്ടുള്ള ആൾക്കാണ് ഈ ഡിഡക്ഷൻ കിട്ടുള്ളൂ, കാരണം എംപ്ലോയറിന്റെ കോൺട്രിബ്യൂഷൻ സാലറീഡ് ആയിട്ടുള്ള വ്യക്തിക്ക് മാത്രമേ കിട്ടുള്ളൂ. The qualifying amount under section 80CC-D subsection 2 is as under. ഇഫ് എംപ്ലോയർ ഈ സെൻട്രൽ ഗവൺമെന്റ് ആണ് എംപ്ലോയർ എന്ന് വിചാരിക്കുക. അങ്ങനെ ആ സെൻട്രൽ ഗവൺമെന്റ് ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് വിചാരിക്കുക. ദെൻ ക്വാളിഫയിങ് എമൗണ്ട് വിൽ ബി ആക്ച്വൽ കോൺട്രിബ്യൂഷൻ ഓർ 14% ഓഫ് സാലറി വിച്ച് എവർ ഈസ് ലെസ്. ആക്ച്വൽ കോൺട്രിബ്യൂഷൻ എംപ്ലോയർ എത്രയാണോ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് അത്, അല്ലെങ്കിൽ 14% ഓഫ് സാലറി വിച്ച് എവർ ഈസ് ലെസ്. സാലറിയുടെ 14% ഏതാണോ ചെറുത് അതാണ് ക്വാളിഫയിങ് എമൗണ്ട് ഡിഡക്ഷൻ ആയിട്ട് കിട്ടുക. ഇഫ് എംപ്ലോയർ ഈസ് എനി വൺ അതർ ദാൻ സെൻട്രൽ ഗവൺമെന്റ് അല്ലാത്ത എംപ്ലോയർ ആണെന്ന് വിചാരിക്കുക. സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിരിക്കാം എംപ്ലോയർ, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൈവറ്റ് കമ്പനി ആയിരിക്കാം എംപ്ലോയർ, അല്ലെങ്കിൽ ഒരു കോർപ്പറേഷൻ ആയിരിക്കാം എംപ്ലോയർ,
അത്തരം എംപ്ലോയർ ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതെങ്കിൽ ക്വാളിഫയിങ് എമൗണ്ട് വിൽ ബി ആക്ച്വൽ കോൺട്രിബ്യൂഷൻ ഓർ 10% ഓഫ് സാലറി വിച്ച് എവർ ഈസ് ലെസ്. ഇതാണ് ക്വാളിഫയിങ് എമൗണ്ട്. സെക്ഷൻ 80 CC D സബ്സെക്ഷൻ 2 പ്രകാരമുള്ള ക്വാളിഫയിങ് എമൗണ്ട്. അതാണ് നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് കിട്ടുക. ഇവിടെ ക്വാളിഫയിങ് എമൗണ്ടിന് ലിമിറ്റ് ഒന്നുമില്ല. This deduction is available in addition to deduction under section 80 CC E and 80 CC D subsection 1B. സോ ഈ ഡിഡക്ഷൻ നമുക്ക് 80 CC E പ്രകാരം 1.5 ലക്ഷം വരെ മാക്സിമം ഡിഡക്ഷൻ കിട്ടുന്നുണ്ട്. 80 CC D സബ്സെക്ഷൻ 1B പ്രകാരം അഡീഷണൽ 50,000 രൂപയും കൂടെ ഡിഡക്ഷൻ കിട്ടുന്നുണ്ട്. ഈ രണ്ട് ഡിഡക്ഷന് പുറമെയാണ് നമുക്ക് 80 CC D സബ്സെക്ഷൻ 2 പ്രകാരം കിട്ടുന്ന ഡിഡക്ഷൻ. ഓക്കെ, സോ ചാപ്റ്റർ 6A പ്രകാരമുള്ള ഡിഡക്ഷൻസ് നമ്മൾ ഇതുവരെ കണ്ടത് എന്തൊക്കെയാണ്? ATC, LIC പ്രീമിയം, സ്റ്റാറ്റ്യൂട്ടറി പ്രോവിഡന്റ് ഫണ്ടിലേക്ക് നടത്തുന്ന കോൺട്രിബ്യൂഷൻ, റെക്കഗ്നൈസ്ഡ് പ്രോവിഡന്റ് ഫണ്ടിലേക്ക് നടത്തുന്ന കോൺട്രിബ്യൂഷൻ, ട്യൂഷൻ ഫീസിലേക്ക് നടത്തുന്ന എക്സ്പെൻഡിച്ചർ, എലിജിബിൾ ഷെയർ ക്യാപിറ്റൽ മേടിക്കുന്നു, അങ്ങനെ ഒരു 12ഓളം ചെലവുകൾ ഞാൻ കാണിച്ചിരുന്നു. അതാണ് 80C പ്രകാരം കിട്ടുന്ന ഡിഡക്ഷൻസ്. 80CCC എന്ന് പറയുന്നത് കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് പെൻഷൻ ഫണ്ടാണ്. 80CC D സബ്സെക്ഷൻ 1 പറയുന്നത് അസസീസ് കോൺട്രിബ്യൂഷൻ ടുവേഴ്സ് NPS ആണ്. അസസിയുടെ കോൺട്രിബ്യൂഷൻ ടുവേഴ്സ് NPS. 80CC E പറയുന്നത് എന്താ വെച്ചാൽ ഡിഡക്ഷനെ പറ്റിയിട്ടല്ല പറയുന്നത്. 80C പ്രകാരമുള്ള ഡിഡക്ഷൻസിന്റെ ടോട്ടല് 80CCC, 80CC D സബ്സെക്ഷൻ 1 പ്രകാരമുള്ള ഈ മൂന്നെണ്ണത്തിന്റെയും ടോട്ടൽ ഡിഡക്ഷൻ 1.5 ലക്ഷത്തിന് മീതെ പോകാൻ പാടില്ല എന്നുള്ളതാണ് 80CC E പറയുന്ന ഡിഡക്ഷൻ. സോറി, എന്താണ് ഒരു റൂള്. സോ 80CC E പറയുന്ന റൂൾ ഇതാണ്. ടോട്ടൽ ലിമിറ്റ് ഫോർ 80C, 80CCC and 80CC D subsection 1 is 1,50,000. 80CC D സബ്സെക്ഷൻ 1B എന്താ പറയുന്നത് എന്നുള്ളതാണ്. 80CC D സബ്സെക്ഷൻ 1B പറയുന്നത് 80CC D സബ്സെക്ഷൻ 1 പ്രകാരം കിട്ടുന്ന ഡിഡക്ഷൻസിന് പുറമെ അഡീഷണൽ ഡിഡക്ഷൻ 50,000 മാക്സിമം കിട്ടും ഇൻ റെസ്പെക്ട് ഓഫ് അസസീസ് കോൺട്രിബ്യൂഷൻ ടു NPS. അതാണ് 80CC D സബ്സെക്ഷൻ 1B. അഡീഷണൽ ഡിഡക്ഷൻ 50,000 രൂപ തരുന്ന ഒരു സെക്ഷനാണ് 80CC D സബ്സെക്ഷൻ 1B. ദെൻ 80CC D സബ്സെക്ഷൻ 2 എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടു NPS, അത് ഡിഡക്ഷൻ ആയിട്ട് കിട്ടും എന്നാണ് പറയുന്നത്. സോ ഇതാണ് 6 ഡിഡക്ഷൻസ്. ഇത് പഠിക്കുക. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു സോ മച്ച്.